ഹലോ ഗേസ്, അപ്പോൾ ഞാനിപ്പോൾ ലക്ഷദ്വീപ് മിനിക്കോയിലാണുള്ളത്. അപ്പോൾ ഇവിടുത്തെ കുറച്ച് നല്ല വ്യൂസുകളൊക്കെ കാണിച്ചു തരാം. ഞങ്ങളിപ്പോൾ പോകുന്നത് ലൈറ്റ് ഹൗസിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലെ ബീച്ചിലിരിക്കാനാണ്. കുറേ ദൂരമുണ്ട് അവിടെ വരെ പോകാനായിട്ട്. പിന്നെ ഭയങ്കര വെയിലാണ്, ചൂടാണ്. അപ്പോൾ അവിടെ പോയിട്ട് ഇരുന്നിട്ടേക്ക് വരാമെന്ന് വിചാരിച്ചു. ആ പോകുന്ന വഴിക്കാണ് ഞാനിങ്ങനെ കുറച്ച് വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വെച്ചത്. അതായത് ഈ ലക്ഷദ്വീപൊക്കെ കാണാത്ത കേരളത്തിലുള്ളവരോ അല്ലെങ്കിൽ വേറെ അവിടെ ഉള്ളവരായാലും അവർക്കൊക്കെ ഇതൊക്കെ കാണാനൊക്കെ പറ്റുമല്ലോ. ഇതൊക്കെ ആൾതാമസം കുറവുള്ള ഏരിയ ആണ്. അതാണ് ഫുള്ള് കാട് പോയിരിക്കുന്നത്. ഞങ്ങൾ ആ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഈ കാണുന്ന 2 മരത്തണല്ല അവിടെ ഇരിക്കാനായിട്ടാണ് ഞങ്ങളിപ്പോൾ വന്നത്. ഈ കാണുന്ന വെയിലിൻ്റെ ചൂടൊന്നും ഇല്ല കേട്ടോ, നല്ല കാറ്റുണ്ട്, അതുകൊണ്ട് ചൂടൊന്നും എടുക്കുന്നില്ല. പിന്നെ കുട്ടികളൊക്കെ ഭയങ്കര ഹാപ്പിയായി ബീച്ചിലൊക്കെ ഓടിക്കളിക്കാനൊക്കെ തുടങ്ങി. നിങ്ങളുടെ കേരളത്തിൽ നിന്നുള്ള ആരെങ്കിലും ലക്ഷദ്വീപ് കാണാൻ ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ മെയിനായിട്ട് മിനിക്കോയ് ദ്വീപ് കൂടി ഒന്ന് ചൂസ് ചെയ്യുക. ബാക്കിയുള്ള ദ്വീപും അതിൻ്റേതായ ഭംഗിയും കാണാനുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്. പക്ഷേ മിനിക്കോയും അതുപോലെ തന്നെ അവിടെയുള്ള താമസിക്കുന്ന ആൾക്കാരുടെ വസ്ത്രധാരണം, പിന്നെ അവരുടെ ലാംഗ്വേജൊക്കെ മറ്റ് ദ്വീപുകളെ സംബന്ധിച്ച് വ്യത്യാസമുണ്ട്. പിന്നെ അവരുടെ ഫുഡ് അത് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അവിടെ വന്നാൽ മാത്രമേ അത് നിങ്ങൾക്ക് അനുഭവിച്ചറിഞ്ഞാൽ മാത്രമേ അതിൻ്റെ ഒരു രുചി മനസ്സിലാവുള്ളൂ. അപ്പോൾ കണ്ടില്ലേ, നല്ല പച്ച നിറത്തിലുള്ള ആൾ കുറേ പ്രാവശ്യമായിട്ട് അവൻ പോകുന്നുണ്ട് കടലിറങ്ങാനായിട്ട്. അപ്പോൾ ഭയങ്കര രസമാണ്. ആർക്കും നോക്കി നിൽക്കാൻ പറ്റില്ല, കടലിൽ പോയി ചാടും. ഇവിടെ ഒരുപാട് പേര് ഇങ്ങനെ വന്ന് കടലിലേക്ക് കുളിക്കാൻ പറ്റിയ നല്ല സൂപ്പർ പ്ലേസൊക്കെ ഉണ്ട്. ഇവിടെ ഒരുപാട് സ്ഥലമുണ്ട്. ഭയങ്കര ഭംഗിയുള്ളൊരു ദ്വീപും കൂടിയാണ്. ഇവിടെ ആരോ കെട്ടിത്തന്ന ഊഞ്ഞാലൊക്കെ ഉണ്ട്. അവിടെ വന്നിട്ട് അവർക്ക് ഭയങ്കര ഹാപ്പിയായ ഊഞ്ഞാലുണ്ട്. പിന്നെ കുറേ മണ്ണും കളികളും അങ്ങനെയൊക്കെ. ഞങ്ങൾക്ക് ഒരു 3-4 മണിക്കൂർ ഞങ്ങൾ അവിടെ ചിലവഴിച്ച സമയം പോയത് അറിഞ്ഞില്ല. തണുള്ളത് കൊണ്ട് നല്ല കാറ്റുണ്ട്. ഇപ്പോൾ വെയിലിൻ്റെ ചൂടൊന്നും അറിയുന്നില്ല. ഭയങ്കര രസമായിരുന്നു. കുറച്ച് സമയം സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ പോയി നേരെ ഹെലിപ്പാഡിൻ്റെ ഭാഗത്ത് കൂടി ഇറങ്ങിയിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോകാനാണ്. ഇവിടെയും കണ്ടില്ല, 2 നാടിൻ്റെ അപ്പുറം ഇപ്പുറവും ഒരു ചെറിയ പുഴ പോലെയുണ്ട്. ഭയങ്കര ഭംഗിയാണ്. ഇത് കടലിലെ വെള്ളം തന്നെയാണ്. അവിടെ നിന്ന് കുറച്ച് കയറി വരുന്ന ഒരു ഭാഗത്തു നിന്ന് അങ്ങനെയാണെന്നൊക്കെ തോന്നുന്നു, എനിക്ക് കറക്റ്റ് അറിയില്ല. ഈ വഴി കൂടി ഞങ്ങൾ ഡയറക്റ്റ് കയറാൻ പോകുന്നത് ഹെലിപ്പാഡിലേക്കാണ്. അതായത് ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യുന്ന സ്ഥലം. അതാണ് ഇപ്പോൾ കാണാൻ പോകുന്നത്. ഈ സ്ഥലമാണ് ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യുന്ന സ്ഥലം. പിന്നെ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു ചെറിയ പാലം പോലെ വീഡിയോ ചെറുതായിട്ട് മാത്രമേ കാണുന്നുള്ളൂ. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അടുത്ത വീട്ടിലൊരു ഫുള്ള് വീഡിയോ എടുത്തിട്ടുള്ളത് കാണിച്ചു തരാം. പിന്നെ നമുക്ക് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. ഇനിയും നമ്മുടെ വീഡിയോസൊക്കെ കാണാം. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.